തിരക്കിട്ട ഇപ്പോഴത്തെ ഈ ജീവിതശൈലിയിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സമാധാനവും സന്തോഷവും ഈ നിമിഷത്തിൽ തന്നെ നമ്മോടൊപ്പം ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കാറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനായി വലിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പൂർണ്ണമായി ജീവിക്കാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സെൻ ബുദ്ധമതമാണ്. ജപ്പാനിലെ സെൻ സന്യാസി എഴുതിയ സെൻ ദി ആർട്ട് ഓഫ് സിമ്പിൾ ലിവിംഗ് എന്ന പുസ്തകം ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി തിരക്കിട്ട നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ആദ്യമായി നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിയെ തിരിച്ചറിയുകയാണ് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല ലേബലുകളാണ് ഓർക്കാറുള്ളത്. എനിക്ക് ഈ കഴിവുണ്ട്, എനിക്ക് ആ കഴിവില്ല, ഞാനൊരു മടിയനാണോ അതോ ചുറുചുറുക്കുള്ളവനാണോ എന്നിങ്ങനെ പല ലേബലുകളും നമ്മൾ നമുക്ക് തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കുള്ളിൽ ഒരു ഞാനുണ്ട്. ആ ഞാൻ എന്നത് ഇങ്ങനെയുള്ള പരിമിതികളിലൊന്നും ഒതുങ്ങി നിൽക്കാവുന്ന ഒന്നല്ല. അതിന് യാതൊരു പരിമിതികളും ഇല്ല. ആ പരിമിതികളില്ലാത്ത നിങ്ങളെയാണ് നിങ്ങൾ സ്വയം തേടി കണ്ടെത്തേണ്ടത്. ഇത് നിങ്ങൾക്ക് സാധിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ധ്യാന പരിശീലനങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ഇതുപോലെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. നമുക്കുള്ളിൽ പല വിധത്തിലുള്ള ടെൻഷനും സ്ട്രെസ്സും ഭയവും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഇതെല്ലാം നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചവയാണ്. ഇതുവരെ നടക്കാത്ത ഒരു കാര്യം എപ്പോഴെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കാതിരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ചെലുത്താതിരിക്കുക. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ഒരു സൃഷ്ടിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിനുശേഷം അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കുക. അതുപോലെ ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുക. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വളരെ ചെറിയ ഒന്നായിരിക്കാം, ചിലപ്പോൾ വലുതായിരിക്കാം. അതെങ്ങനെയായിരുന്നാലും അതിനെക്കുറിച്ചൊന്നും വിഷമിക്കാതെ നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ആ ജോലിക്ക് നൽകാൻ ശ്രമിക്കുക. ആ ജോലിയുടെ ഓരോ അംശങ്ങളിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. നിങ്ങളുടെ മുന്നിലുള്ള ജോലികളെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. ദിവസവും നമ്മൾ ചെയ്യേണ്ട ജോലികൾ ഒരുപാടുണ്ടായിരിക്കാം. ആ ജോലികളെല്ലാം ഒരു ഭാരമായി കാണുന്നത് ആദ്യം നിർത്തുക. കാരണം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ ഈ ജീവിതത്തെ കൂടുതൽ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്നത്. നിങ്ങളുടെ ജോലികളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഒരു ഓഫീസിൽ ഒരേ കഴിവുള്ള 2 പേർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരാളായിരിക്കാം ചിലപ്പോൾ കൂടുതൽ റിസൾട്ട് കൊണ്ടുവരുന്നത്. മറ്റേയാൾക്ക് ആ ഒരു നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 2 പേരിലുമുള്ള കഴിവ് ഒന്ന് തന്നെയാണ്. എന്നാൽ അവിടെ വ്യത്യാസം വരുത്തുന്നത് അവരുടെ മാനസിക അവസ്ഥയാണ്. നല്ല റിസൾട്ട് കൊണ്ടുവരുന്നയാൾ ഈ ജോലി എനിക്ക് നൽകിയിട്ടുള്ള നല്ലൊരു അവസരമാണ് എന്ന് ചിന്തിക്കും. അങ്ങനെ അയാൾ അത് പ്രയോജനപ്പെടുത്തും. അദ്ദേഹത്തിന്റെ 100% ആ ജോലിക്ക് വേണ്ടി നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് അയാൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക എന്നത് വളരെ കാലമായിട്ട് ധ്യാനം ചെയ്യുന്നവർക്ക് പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ചില സമയങ്ങളിൽ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഇരിക്കാറുണ്ട്. എല്ലാം പറഞ്ഞ് ചിലപ്പോൾ ആകാശം നോക്കി കുറച്ച് സമയം ആസ്വദിച്ചിരിക്കും. അതിനുശേഷം വീണ്ടും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകും. എന്തെങ്കിലും ഒരു മോശം സാഹചര്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് കുറച്ച് സമയം മാറ്റിവെച്ച് ഇങ്ങനെയുള്ള ചിന്തകളില്ലാത്ത നിമിഷങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം സംതൃപ്തി നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുക. അർത്ഥവത്തായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുക. കാരണം എപ്പോഴും ഗുണമേന്മയാണ് അളവിനേക്കാൾ പ്രാധാന്യം. കുടുംബത്തിന്റെ പുരോഗതിക്കും സന്തോഷത്തിനും വേണ്ടിയാണ് നമ്മൾ ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്നത്. എന്നാൽ ആ കുടുംബത്തിന് ഒരു നല്ല സമയം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും. നമ്മൾ പുറത്തുള്ള വ്യക്തികളുമായി കൂടുതൽ സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും എല്ലാം നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്ന് വളരെയധികം ബോധവാന്മാരായിരിക്കും. നമ്മുടെ ദൗർബല്യങ്ങൾ പുറത്തു വരരുത് എന്നും നമ്മിലുള്ള ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ അറിയരുത് എന്ന ഒരു ചിന്തയോടും കൂടിയായിരിക്കും മറ്റുള്ളവരോട് ഇടപഴകുന്നത്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സമ്മർദ്ദം നൽകും. എന്നാൽ നമ്മുടെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയായിരിക്കും. യാതൊരു നിയന്ത്രണവും സമ്മർദ്ദവും ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി നിങ്ങൾക്ക് ആ നിമിഷങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. ഈ സമയമാണ് നിങ്ങളുടെ ഒരു റീചാർജിങ് സമയം എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് തന്നെ ആ സമയം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സംസാരിച്ച് പാഴാക്കാതെ ആഴത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഏർപ്പെടുക. ഓരോ ദിവസവും മനോഹരമായ ദിവസങ്ങളാണ്. ഒരു ദിവസം നല്ലത് നടന്നാലും ചീത്തത് നടന്നാലും ആ ദിവസം ഒരു നിധിയാണ്. കാരണം ആ ദിവസം നമുക്കിനി തിരികെ കിട്ടാൻ പോകുന്നില്ല. അതുപോലെ ഒരു ദിവസം എന്ത് കാര്യങ്ങൾ നടന്നാലും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മാറുന്നത് കാണുന്നവരുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചാണ്. നിങ്ങൾക്ക് ആ ദിവസം നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ആ കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് തീർച്ചയായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ശരിയാക്കിയാൽ ഏത് ദിവസവും ഒരു അത്ഭുതകരമായ ദിവസമായി മാറും. ഓരോ ദിവസത്തെയും പോസിറ്റീവായി കണ്ട് ആഘോഷിക്കുക. തിരക്കിട്ട ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിനുള്ള ഏതാനും ചില കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.